സി പി എമ്മിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ സി പി എമ്മിന്റെ കോട്ടയായ കണ്ണൂരിൽ തന്നെ ഇപ്പോൾ നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് സി പി എമ്മിനുള്ളിൽ തന്നെ ഇപ്പോൾ നിലവിലുള്ള നേതൃത്വം ഒരു പരാജയമാണെന്നല്ലേ? അതെ, ഇപ്പോൾ മൊത്തം ഒരു ഫ്ലക്സ് യുദ്ധമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഇലക്ഷന്, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച ആ ഒരു ഫ്ലക്സുകൾ ഉയർന്നിരുന്നല്ലോ. അതിനെ കളിയാക്കിക്കൊണ്ടിരുന്ന LDFന് കിട്ടിയ ഒരു മറുപടിയാണ് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനെ മാറ്റി പകരം P ജയരാജനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം ഉയർത്തിയുള്ള ഫ്ലക്സുകൾ. ഗോവിന്ദൻ മാത്രമല്ല, ഗോവിന്ദനെ മാറ്റി പകരം P ജയരാജനെയും സെക്രട്ടറി ചാർജായി F സ്വരാജിന് നൽകണമെന്നാണ് പാർട്ടിയുടെ അണികൾ ആവശ്യപ്പെടുന്നത്. അതുപോലുള്ള ആവശ്യങ്ങൾ ഉയർത്തിയ ഫ്ലക്സുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കണ്ണൂരിലെ പാപ്പിനിശ്ശേരി അതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാമാണ് കൂടുതൽ ഫ്ലക്സ് ഉയർന്നത്. അതുമാത്രമല്ല, MV ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെ ഫ്ലക്സുകൾ ഈ കരിയോയിൽ ഒഴിച്ചും തേച്ചും ആകെ വികൃതമാക്കിയിട്ടുണ്ട്. കാരണം ഇവർ രണ്ടുപേരെ ഇപ്പോൾ പാർട്ടി അണികൾക്ക് പോലും ഇപ്പോൾ ഒരു താല്പര്യമില്ലാതായി. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു 10 വർഷത്തോളം സ്വേച്ഛാധിപതിയെ പോലെ ഭരിച്ച, അല്ലെങ്കിൽ ഒരാൾക്കൊരു അണികൾക്ക് പോലും ഒരു വാക്ക് പോലും ചോദിക്കാൻ മടിച്ച അല്ലെങ്കിൽ പേടിച്ച സഖാക്കൾ തന്നെ അവർ താഴെ ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അവസാന ടൈം ആയപ്പോൾ അവരെ തന്നെ മതിയായി. ആദ്യമേ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തിരുന്നു. രണ്ടാം സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ ജനങ്ങൾക്ക് മടുത്തിരുന്നു. അത് ഈ ഒരു വൈകിയ വേളയിലാണ് ഈ സഖാക്കൾക്കൊരു നേതൃമാറ്റം ആവശ്യമാണ് എന്ന് ഒരു ബോധോദയം ഉണ്ടായത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സ് യുദ്ധങ്ങൾ. അത് CPM-ലെ ആകെ ഒരു ഒരു അരക്ഷിതാവസ്ഥ ഉണർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെക്സ് വിവാദത്തിൽ P ജയരാജനും പ്രതികരിച്ചിരുന്നു. അത് ശരിയല്ലെന്നും അങ്ങനെയുള്ള ഫ്ലെക്സുകൾ നിർത്തണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത സാഹചര്യം കാണുമോ? അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ P ജയരാജൻ നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ശക്തമായ രീതിയിൽ ആ ഒരു CPM പാർട്ടി തിരിച്ചു വരാൻ ഒരു ഇടയുണ്ട്. കാരണം MV ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികമായുള്ള വിശകലനങ്ങളിലൂടെയൊക്കെ പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു കാര്യമേ ചെയ്യുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ മിക്ക വാർത്താ സമ്മേളനത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് സാധാരണക്കാരനായ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ ദഹിക്കില്ല. കാരണം 2 or 3 തവണയെങ്കിലും അത് കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു കാമ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ P ജയരാജൻ അങ്ങനെയല്ല. അദ്ദേഹം എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണമുണ്ട്. ആ കണ്ണൂരിലെ പാർട്ടി പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. വേണമെങ്കിൽ M സ്വരാജിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ MV ഗോവിന്ദൻ ഒരു പരിധിവരെ വാർത്താ സമ്മേളനങ്ങൾ ഒഴിവാക്കിയിരുന്നു. അതിന് പകരം M സ്വരാജാണ് ഈ വാർത്താ സമ്മേളനങ്ങളും അതുപോലുള്ള പ്രചാരണങ്ങളും നയിച്ചുകൊണ്ടിരുന്നത്. കാരണം MV ഗോവിന്ദന് പകരം അല്ലെങ്കിൽ പിൻഗാമിയായി M സ്വരാജ് എന്നാണ് അണികൾ പറയുന്നത്. അത് മാത്രമല്ല, ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് ഒരു യുവാവ് വരുമ്പോൾ ആ ഒരു ഊർജ്ജസ്വലമായിട്ട് ആ ഒരു പാർട്ടി മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഐഡിയയും ഈ പാർട്ടി സഖാക്കൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. M സ്വരാജ് വരുന്നത് വഴി ഈ കണ്ണൂർ ലോബി എന്നുള്ള ഒരു സംഘമാണ് പൊളിയുന്നത്. കാരണം കാലാകാലങ്ങളായി CPM പാർട്ടിയെ നയിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ണൂര് രാഷ്ട്രീയമാണ് മൊത്തം കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കേരള CPM-ൽ പ്രതിഫലിക്കുന്നത്. ഒരുപക്ഷെ M സ്വരാജിനെ പോലുള്ള മറ്റൊരു ആൾ വരികയാണെങ്കിൽ ആ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ടാവും. അതുകൊണ്ടാണ് M സ്വരാജിനെയും അല്ലെങ്കിൽ P ജയരാജനെയും ആൾക്കാർക്ക് ഇത്ര കണ്ട് പിന്തുണയ്ക്കുന്നത്. നിയമസഭയിൽ ഇനി പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ മുന്നോട്ട് വന്നാൽ അത് ഇനി അണികൾക്കും മറ്റംഗങ്ങൾക്കും ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? അണികൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഒരു പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വരണ്ട എന്നുള്ളത്. അത് മാത്രമല്ല, ഘടകകക്ഷിയായ CPI ശക്തമായി തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്, പിണറായി വിജയൻ വരരുത് എന്നുള്ളത്. പ്രതിപക്ഷ നേതാവായി CPI-ലെ നേതാവ് തന്നെ വരണമെന്ന് ഒരു കണ്ടീഷൻ CPI വെച്ചിട്ടുണ്ട്. അധികാരം നഷ്ടപ്പെട്ട പിണറായിനെ ഇപ്പോൾ ആർക്കും ഭയക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അതിനു മുമ്പേ ഒരു പ്രതികാര മനോഭാവത്തോടെ ഈ അണികളെയും അല്ലെങ്കിൽ പ്രവർത്തകരെയും കണ്ടുകൊണ്ടിരുന്ന പിണറായി അധികാരം നഷ്ടപ്പോൾ വെറും പിണറായി വിജയൻ എന്ന രീതിയിൽ നയത്തിലേക്കായി. ഇപ്പോൾ അദ്ദേഹം ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമാണ്. ഇനിയിപ്പോൾ അടുത്തൊരു സമ്മേളന കാലത്ത് വരുമ്പോൾ പാർട്ടിയുടെ ഒരു തീരുമാനപ്രകാരം
പ്രായത്തിന്റെ ഒരു ഇളവ് ഇനി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും പുറത്താവും. ഈ പലരെയും ഇപ്പൊ ഈ ജി സുധാകരനെ വരെ തഴഞ്ഞ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ സ്വന്തം പാർട്ടിയിലെ സഹാക്കളിൽ നിന്ന് തന്നെ പിണറായി വിജയന് വരും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ ഒരു പാർട്ടിക്കുള്ളിലെ തന്നെ വിഭാഗീയത. ഘടകകക്ഷികളും അതുപോലെ തന്നെ പിണറായി വിജയനെ മുന്നോട്ട് നയിക്കണ്ട എന്നുള്ള രീതിയിൽ നിഷ്കരണം തള്ളിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കെ രമ ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നു, അതായത് ടി.പി. ചന്ദ്രശേഖരൻ മരിച്ച സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി. ഇതൊന്നും അധികം ഞെട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇതൊന്നും അല്ല അത്ഭുതങ്ങളുള്ള വസ്തുതകളല്ലല്ലോ എന്നാണ് പിണറായി വിജയൻ അന്ന് ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞത്. കാരണം ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുമെന്ന് വ്യക്തമായി അറിയുന്ന ഒരാളായിരുന്നു പിണറായി വിജയൻ. അപ്പോൾ അതുപോലെ ഒരു എന്താ പറയുക, എല്ലാവിധ അക്രമങ്ങളും ചെയ്തു വെച്ച ഒരു മനുഷ്യൻ 10 കൊല്ലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇനി പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഇനി പ്രതിപക്ഷ ആകാൻ സാധ്യത ഉണ്ടാകുമായിരിക്കും. ചിലപ്പോൾ പാർട്ടികൾ അണികളുടെ ഒരു സമ്മർദ്ദപ്രകാരം മാറ്റാനും ഇതുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇത്ര കണ്ട റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു നേതാവ് പിണറായി വിജയൻ അല്ലാതെ മറ്റാരും ഉണ്ടായില്ല. ഇന്നലെ നടന്ന മുന്നണി തല യോഗത്തിലും അതിനു മുമ്പ് നടന്ന പാർട്ടി വിശദീകരണ യോഗം കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിലും ഇപ്പോൾ പിണറായി വിജയനും എം.വി. ഗോവിന്ദനും ചോദ്യങ്ങൾക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ഇറങ്ങി പോവുകയുമായിരുന്നു. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പുള്ള പത്രസമ്മേളനങ്ങളിൽ നിന്നും ചർച്ച മതിയാക്കി ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും ഇതുപോലെ ചോദിച്ചാൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ ചോദ്യം എത്ര മതി എന്ന് പറയുന്ന ഒരു ശൈലിയായിരുന്നു. പക്ഷേ ഈ അധികാരത്തിൽ നിന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശൈലി തന്നെ വല്ലാതെ മാറ്റം വന്നു. ആ ധാർഷ്ട്യമുള്ള പിണറായി എന്നുള്ളതിന് പകരം ആ ഒരു ദുർബലനായ പിണറായിയാണ് നമ്മൾ കേരളം ഒന്നാകെ കണ്ടത്. അതുപോലെ തന്നെ സതീർത്ഥനായ എം.വി. ഗോവിന്ദൻ, അദ്ദേഹം പാർട്ടി സഹാക്കളിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ ഓൾറെഡി ഉയരുന്നുണ്ട്. റിസൾട്ട് വന്നതിന് ശേഷം എതിർപ്പാണ് അദ്ദേഹത്തിന്. അത് മാത്രമല്ല, ആ വാർത്താ സമ്മേളനത്തിന് അദ്ദേഹത്തിന് ഈ പാർട്ടി തിരിച്ചു വരും, തിരുത്തലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു നേതൃത്വം മാറുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് വിശകലനം നടത്തും. പിന്നെ ഇതുപോലെ വോട്ടിന്റെ ശതമാനം വർദ്ധിച്ചു, ഇത്ര ശതമാനം മുമ്പും കുറഞ്ഞിട്ടുമുണ്ട് എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങൾ മാത്രമാണ് എം.വി. ഗോവിന്ദന്റെ വായിൽ നിന്ന് വന്ന ഉത്തരങ്ങൾ. അല്ലാതെ പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ഇപ്പോൾ ഇനിയൊരു എം.വി. ഗോവിന്ദനും പിണറായി വിജയനും സാധിച്ചിട്ടില്ല. ഇനി വരും സമയങ്ങളിൽ ഈ പാർട്ടി തന്നെ ഇവരെ പൂർണ്ണമായി ഒഴിവാക്കും. അതായിരിക്കും ഇനി കാണാൻ പോകുന്നത്.